കഥകളി പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. മുത്തച്ഛൻ കഥകളി കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. അങ്ങനെ പ്രൊഫഷണലായിട്ട് അങ്ങനെ പോയിരുന്നില്ല. മുത്തച്ഛന് അതിൽ പൂർത്തീകരിക്കാൻ പറ്റാത്തതുകൊണ്ട്, അതിൻ്റെ പരിമിതികൾ ഉണ്ടായതുകൊണ്ട് എൻ്റെ അച്ഛനെ പഠിപ്പിച്ചു. അച്ഛൻ്റെ പേര് മയ്യനാട് കേശവൻ നമ്പൂതിരി എന്നാണ്. അച്ഛൻ്റെ ആഗ്രഹം പൂർത്തിയാകാതെ ആണ് എന്നെയും കൂടി പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അച്ഛന് വലിയ താല്പര്യമില്ലായിരുന്നു, കാരണം ഇതിൻ്റെ കഷ്ടപ്പാടുകൾ അച്ഛന് പൂർണ്ണമായിട്ട് അറിയായിരുന്നു. പക്ഷേ മുത്തച്ഛനായിരുന്നു നിർബന്ധം എന്നെ പഠിപ്പിക്കണം എന്നുള്ള, കഥകളി പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. അങ്ങനെയാണ് മുത്തച്ഛൻ്റെ നിർബന്ധപ്രകാരം അച്ഛൻ്റെ കീഴിൽ തന്നെ ഞാൻ ആദ്യം കഥകളി അഭ്യസനം ആരംഭിച്ചു. 5-ാമത്തെ വയസ്സിലാണ് കഥകളി പഠനം ആരംഭിച്ചത്. 6-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അരങ്ങേറ്റം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വാളത്തുങ്കൽ കളരിവാതുക്കൽ മഹാദേവ ക്ഷേത്രം, അവിടെ വെച്ചായിരുന്നു എൻ്റെ അരങ്ങേറ്റം. പുറപ്പാടാണ് ചെയ്തത്. പഴയ ആചാര്യന്മാരുടെ, അതായത് കൃഷ്ണനാരാശാൻ മുതൽ ഇങ്ങോട്ട് ഒട്ടുമിക്ക ആചാര്യന്മാരുടെയും, മങ്കൊമ്പാശാൻ, ഹരിപ്പാടാശാൻ, ചെന്നിത്തല ആശാൻ തുടങ്ങി, ചമ്പക്കുളം പാച്ചിപ്പിള്ള ആശാൻ തുടങ്ങിയ പഴയ ആചാര്യന്മാരുടെയൊക്കെ കൂടെ വേഷം കെട്ടാനുള്ള ഒരു അപൂർവ ഭാഗ്യമുണ്ടായ ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ഒരാളാണ് ഞാൻ. പിന്നീട് 10-ാം ക്ലാസ്സിന് ശേഷമാണ് അച്ഛൻ്റെ ആഗ്രഹപ്രകാരം കലാമണ്ഡലത്തിൽ അച്ഛൻ പഠിപ്പിച്ചാൽ പോരാ എന്ന് അച്ഛൻ തന്നെ തോന്നി. കാരണം ഒരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു നിലവാരമുണ്ടല്ലോ, അതൊരിക്കലും പ്രൈവറ്റായിട്ട് പഠിച്ചാൽ, ഒരു പക്ഷേ പഠനം കഴിഞ്ഞിട്ടാണല്ലോ ഈ കഥകളി പഠിക്കുന്നത്. അപ്പോൾ അത് പൂർത്തീകരണം ഉണ്ടാകില്ല എന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പിന്നീട് കേരള കലാമണ്ഡലത്തിൽ SSLC പാസ്സായ ശേഷം കലാമണ്ഡലത്തിൽ ചേർത്തു. അവിടെ എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ കലാമണ്ഡലം രാംദാസ് ആശാനായിരുന്നു. പിന്നീട് കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ ആശാൻ, അതിനുശേഷം കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യ ആശാൻ, വാസുപിഷാടി ആശാൻ. ഇങ്ങനെ ഇത്രയും പേരാണ് എൻ്റെ അച്ഛനെ കൂടാതെയുള്ള എൻ്റെ ഗുരുനാഥന്മാർ. അവിടെ 6 വർഷം ഡിപ്ലോമയും 2 വർഷം പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞ് 2 വർഷം വാസുപിഷാടി ആശാൻ്റെ കീഴിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് സ്കോളർഷിപ്പോടുകൂടി ഉന്നത പഠനവും നടത്തി. ആറന്മുളയിലുള്ള ഒരു വിജ്ഞാന കലാവധി എന്ന ഒരു വിദേശികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളുണ്ടായിരുന്നു. അവിടെ അധ്യാപകനായി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശാസ്താംകോട്ട കോളേജിൽ പ്രീ ഡിഗ്രി സംസ്കൃതം ഗ്രൂപ്പ് എടുത്ത് പ്രീ ഡിഗ്രിക്ക് ചേർന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും കേരള കലാമണ്ഡലത്തിൽ താൽക്കാലിക അധ്യാപകനായിട്ട് അവിടെ നിയമിച്ചു. 5-6 വർഷത്തോളം കേരള കലാമണ്ഡലത്തിൽ താൽക്കാലിക അധ്യാപകനായിട്ടുണ്ടായിരുന്നു. എൻ്റെ സഹപാഠികൾ എന്ന് പറഞ്ഞാൽ ഒരു കലാമണ്ഡലം അനിൽകുമാറുണ്ട്. അതായത് ഇപ്പോൾ ഉള്ള ശ്രീവേഷ അനിൽകുമാറല്ല, വേറൊരു അനിൽകുമാർ ഉണ്ടായിരുന്നു. ചമ്പക്കര വിജയനൊക്കെ ഞങ്ങളൊക്കെ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. കലാമണ്ഡലം രവിയേട്ടനൊക്കെ എൻ്റെ ബാല്യകാല അടുത്ത സുഹൃത്തുക്കളാണ്. ഷൺമുഖൻ, കലാമണ്ഡലം പ്രശാന്ത്, കലാമണ്ഡലം രാജേഷ് തുടങ്ങിയവരൊക്കെ ആ സമയത്ത് പഠിച്ചിരുന്ന ചമ്പക്കുള ആശാൻ്റെ കൊച്ചുമകനുണ്ടൊരു അമൽജിത്ത് എന്ന് പറയും. ഇപ്പോഴുള്ള അധ്യാപകൻ കലാമണ്ഡലം മുകുന്ദൻ, RLVയിലെ സംഗീതാധ്യാപകൻ കലാമണ്ഡലം രാജേഷ് ബാബു, ഇവരൊക്കെ എൻ്റെ തൊട്ടടുത്ത് കാലഘട്ടങ്ങളിൽ പഠിച്ചിരുന്ന സഹപാഠികൾ കൂടിയാണ്. നമസ്കാരം. കലാമണ്ഡലം മയ്യനാട് രാജീവേട്ടനെ കുറിച്ച് 2 വാക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, സമയബന്ധിതമായി വളരെ ചിട്ടയോടുകൂടി ഏത് തരം വേഷങ്ങളും കൈകാര്യം ചെയ്യുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് തുടർന്നു വരുന്ന കഥകളിലായാലും അല്ലെങ്കിൽ തുടർന്നു വരുന്ന രംഗങ്ങളിലായാലും കലാകാരന്മാർക്കും കഥാപാത്രങ്ങൾക്കും സ്പേസ് കൊടുത്തുകൊണ്ട് അവർക്കും അരങ്ങിലൊരു സ്പേസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സമയബന്ധിതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിട്ടും, കൂടാതെ ഈ സംഗീതമുള്ള വേഷക്കാര്, മനസ്സിൽ സംഗീതമുള്ള വേഷക്കാർക്ക് പാടുമ്പോൾ നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് നമ്മളോട് കൂടി ചേർന്ന് പോകാൻ ഉള്ളൊരു സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അത് രാജീവേട്ടനെ കുറിച്ച് പറയുമ്പോൾ പാട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാകുമ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ 1-2 അരങ്ങിൽ പാടാനും കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ഒരു സന്തോഷങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വീട്ടിൽ തന്നെ ഒരു കളരിയുണ്ട്. അവിടെ ദൂരെയുള്ളവരൊക്കെ വരാറുണ്ട്. അവരവരുടെ സമയമനുസരിച്ച് ക്ലാസ്
തീരുമാനിച്ച് ചെയ്യാറാണ് പതിവ്. 50-ന് മുകളിൽ പ്രായമുള്ള കുറച്ചധികം പേര് ക്ലാസ്സിന് വരുന്നുണ്ട്. എൻ്റെ ചെറുപ്പകാലം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു കഥകളി പഠിക്കണം എന്നുള്ളത്. അത് മയ്യനാട് രാജീവാശാൻ്റെ കഥകളി ആസ്വാദന ക്ലാസ്സിലൂടെ കഥകളിയിലേക്കുള്ള താല്പര്യം വർദ്ധിക്കുകയും ആശാൻ്റെ ശിക്ഷണത്തിൽ കഥകളി അഭ്യസിച്ച് ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രത്തിൽ വെച്ച് അരങ്ങേറ്റം നടത്തുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. കേരള കലാമണ്ഡലത്തിലെ അഭ്യസനം വളരെ കർക്കശമാണ്. അതങ്ങനെ ആയിരിക്കണം. പ്രത്യേകിച്ച് ശാസ്ത്രീയ കലകൾ അഭ്യസിക്കുമ്പോൾ അങ്ങനെ വേണം. വളരെ നിഷ്കർഷയുള്ള അഭ്യസനമായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് കേരള കലാമണ്ഡലത്തിൽ ഏതാണ്ട് ഒരു 4 മണിയോട് കൂടി എഴുന്നേൽക്കണം. അതിനുശേഷം ആദ്യത്തെ ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഒരു 2 മാസം ഉഴിച്ചിൽ എന്നൊരു സമ്പ്രദായമുണ്ട്. അതായത് ഒരു കഥകളി കലാകാരനെ കഥകളിയുടെ കഥകളിക്ക് അനുയോജ്യമായ രീതിയിൽ ശരീരത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ ഉഴിച്ചിലിൻ്റെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ഒരു 2 മാസം ഉഴിച്ചിൽ ഉണ്ട്. അപ്പോൾ രാവിലെ മുതൽ ശരീരത്തിൽ മുഴുവൻ എണ്ണ തേച്ച് കുറേയധികം എക്സസൈസുകളും ഉഴിച്ചിലും കഥകളിക്ക് വേണ്ട ചില കാര്യങ്ങളൊക്കെ അവിടെ പാകപ്പെടുത്തി എടുക്കാറുണ്ട്. അതിന് ശേഷമാണ് 8-8:30 മുതലാണ് അന്ന് ക്ലാസ് ആരംഭിച്ചിരുന്നത്. ഇപ്പോൾ അതൊക്കെ ആ ശൈലിയൊക്കെ മാറി. അപ്പോൾ അന്നൊക്കെ ആശാന്മാരുടെ കർശനമായ ശിക്ഷണം അന്ന് ഒരു പക്ഷേ നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. ഞാനൊക്കെ ശരിക്കും നിർത്തി പോരുന്നതാണ്. ശരിക്കും സഹിക്കാൻ വയ്യ. എനിക്ക് അറിയാമായിരുന്നു ഇത് ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് അറിയാമെങ്കിൽ പോലും എൻ്റെ അന്നത്തെ ആ കുഞ്ഞു ശരീരത്തിന് താങ്ങുന്നില്ല. അപ്പോൾ പലപ്പോഴും നമുക്ക് ആശാന്മാരോടൊക്കെ വല്ലാത്തൊരു അമർഷം തോന്നിയിരുന്നു അന്ന്. പക്ഷെ പിന്നീട് മനസ്സിലായി ഇത് ഞാനൊരു ഒരു അധ്യാപകനായി വന്നപ്പോഴാണ് ഇതിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധമായിരുന്നു എന്ന് മനസ്സിലായിരുന്നത് ഇപ്പോൾ ആ ഒരു തലത്തിലെത്തിയപ്പോഴാണ്. അന്ന് കർശനമായിട്ട് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നം, അത് ജീവിതകാലം മുഴുവൻ ആ ഗോഷ്ഠി തുടർന്നു വരും. അപ്പോൾ അതിനെയൊക്കെ പാകപ്പെടുത്തി അല്ലെങ്കിൽ അത് തെറ്റുകൾ തിരുത്തി യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അങ്ങനെ ചെയ്യുമ്പോൾ അയാളുടെ ശരീരം തന്നെ കഥകളി പോലുള്ള ഏറ്റവും സ്ട്രെയിനായ ഈ ഒരു കലയെ വേഷം കെട്ടി ചെയ്യുമ്പോൾ അത് കടന്നു പോകണമെങ്കിൽ എന്തു വേണം? ഈ ഇത്രയും സ്ട്രെയിനായിട്ടുള്ള കാര്യങ്ങൾ കളരിയിൽ മുതൽ ചെയ്തെങ്കിൽ മാത്രമേ അത് വേഷം കെട്ടി ചെയ്യുമ്പോൾ അനായാസമായി ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ് ഈ പഴയ ആചാര്യന്മാർ ഇങ്ങനെയൊരു കർക്കശമായ ചിട്ടകൾ ഏർപ്പെടുത്തിയത്. പിന്നെ ഈ പാരമ്പര്യമുള്ളത് കൊണ്ട്, അച്ഛൻ്റെ ഒരു പിൻബലമുള്ളത് കൊണ്ട് അത് പഠിക്കണം എന്നൊരു തോന്നൽ പിന്നീട് വന്നു. ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിൽക്കാമെന്നുള്ളൊരു അവസ്ഥ വന്നു. അങ്ങനെ 8 വർഷം വരെ അവിടെ പൂർത്തിയാക്കി. അന്ന് കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ അന്ന സമയത്ത് 3 മാസമായിരുന്നു ഒഴിച്ചൽ. ജൂൺ മുതൽ ഓഗസ്റ്റ് പകുതി വരെയും, ജൂൺ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയും, പിന്നീട് ഓണം കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ട് 1 മാസം. അങ്ങനെ 3 മാസമാണ്. സീനിയേഴ്സിനൊക്കെ 2 മാസം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ കഠിനമായ അഭ്യാസമുണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ലൊരു കലാകാരനെ വാർത്തെടുക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ശിക്ഷണങ്ങൾ അവിടെ വേണ്ടി വരുന്നത്. ഒരു കളിക്ക് രുക്മാംഗത ചരിതമാണ് കഥ. കരുനാഗപ്പള്ളി പടനായർകുളങ്ങര അമ്പലത്തിലാണ് കളി. കൃഷ്ണനാരാശാൻ്റെയാണ് രുക്മാംഗതൻ. അപ്പം അന്ന് ധർമാംഗതൻ തീരുമാനിച്ചിരുന്നത് കുറച്ചന്ന് പ്രായമായ ഏതോ ഒരു ആശാൻ്റെ ആയിരുന്നു, പഴയ ഒരു ആശാൻ്റെ ആയിരുന്നു. അപ്പോൾ എൻ്റെ പുറപ്പാട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയതോ വേഷമുണ്ട് അവസാനം. അപ്പോൾ കൃഷ്ണനാരാശാൻ പറഞ്ഞു, ഇദ്ദേഹം ഈ ധർമാംഗം കെട്ടാൻ വന്ന ആൾ വളരെ പ്രായമുള്ള ആളാണ്, അദ്ദേഹത്തിന് എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട്, ആ ആളെ കൊണ്ടാണ് ഈ മോൻ്റെ മകൻ്റെ വേഷം കെട്ടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ കുട്ടിയെ കൊണ്ട് കെട്ടിക്കൂ, രാജീവിനെ കൊണ്ട് കെട്ടിക്കുന്നു പറഞ്ഞു. അപ്പം
കൃഷ്ണനരസൻ ശിഷ്യനാണ് എൻ്റെ അച്ഛൻ. അതുകൊണ്ട് ഒരു പേഴ്സണൽ അടുപ്പം കൂടിയുണ്ട്. അപ്പം കേശവൻ്റെ മകനെ കൊണ്ട് കെട്ടിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കാണിത് യാതൊന്നും പുറപ്പാടല്ലാതെ വേറെ ഒന്നും അറിയില്ല. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അത് നിർബന്ധപൂർവ്വം അത് കെട്ടിച്ചു. അപ്പോൾ മുദ്ര ആരൊക്കെയോ ചേർന്ന് മുദ്ര പറഞ്ഞു തന്നു. അപ്പോൾ എന്നോട് എൻ്റെ മുത്തശ്ശൻ പറഞ്ഞിരുന്നു. മുത്തശ്ശൻ നിനക്ക് ഭയങ്കര ശ്രദ്ധയുള്ള ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഒട്ടും പേടിക്കണ്ട, ആശാൻ എപ്പോൾ നോക്കുമ്പോഴും തിരിച്ച് കാണിക്കേണ്ടത് എൻ്റെ തല വെട്ടി സത്യം പരിപാലിക്കണം എന്ന് കാണിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് മുദ്ര കൃത്യമായിട്ട് പഠിച്ചു വെച്ചു. അപ്പോൾ അരങ്ങത്ത് കയറുമ്പോൾ ഇങ്ങനെ വിറയ്ക്കുക, കാരണം കൃഷ്ണനാരാശാനല്ലേ കൂടെ നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ആശാൻ കയറി ആശാൻ എപ്പോൾ നോക്കിയാലും ഞാൻ എന്ത് ചെയ്യും, എൻ്റെ തല വെട്ടി സത്യം പരിപാലിക്കണം എന്നാണ്. അപ്പോൾ ആദ്യം കുറേ വട്ടമൊക്കെ ആശാൻ കണ്ടില്ല എന്നടിച്ചു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് കൈ പിടിച്ച് നിർത്തി. അത് കഴിഞ്ഞിട്ട് കാരണം ഇത് നന്നാവണം എന്നുള്ളൊരു അന്നത്തെ ഈ കുട്ടിക്കാലത്തൊരു ആഗ്രഹമല്ലേ. അപ്പോൾ ഇത് മുത്തശ്ശൻ പറഞ്ഞെന്ന് സ്ഥിതിക്കുന്ന ഒട്ടും കുറയ്ക്കണ്ട, ഗംഭീരമായെന്ന് തോന്നട്ടെ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു, ഞാൻ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് അന്ന് അറിയില്ലല്ലോ അങ്ങനെയൊന്നും. അവസാനം ആശാൻ അടുത്ത് പിടിച്ച് നിർത്തി, ആലിംഗനം ചെയ്യുന്ന രീതിയിൽ നിർത്തിയിട്ട് എപ്പോഴെപ്പോഴും കാണിക്കേണ്ട കുട്ടിയെന്ന് പറഞ്ഞു. അവസാനം സംഭവിച്ചെന്താ അറിയോ, കാണിക്കേണ്ട സമയമായപ്പോൾ ഞാൻ അധികം കാണിക്കാൻ ശ്രമിച്ചില്ല. അവസാനമാണ് കാണിക്കേണ്ടത്. പക്ഷെ ആ സമയമൊന്നും ഞാൻ പേടിച്ചിട്ട് എന്ത് ചെയ്തു, ഇത് കാണിച്ചതുമില്ല. അപ്പോൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, അങ്ങനെ വേണ്ട, ആ സമയമാകുമ്പോൾ, അതായത് ഒരു മകതൻ്റെ ആട്ടം തുടങ്ങുമ്പോൾ മാത്രം അങ്ങനെ കാണിച്ചാൽ മതിയാകും. വളരെ സ്നേഹപൂർവ്വം അത് അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ടായിരുന്നു. അല്ലാതെ വഴക്ക് പറയുക അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു നല്ലൊരു ഓർമ്മ മനസ്സിലുണ്ട്. പക്ഷേ അന്നും ഈ ധർമാംഗതൻ അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ ഉള്ള കൃഷ്ണനാരാശാൻ്റെ ആ ഒരു മുഖത്തെ ആ ഒരു മാറി വരുന്ന ആ രസമുണ്ടല്ലോ, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് കുട്ടിയായിരുന്നിട്ട് പോലും നമ്മുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് ആ മുഖത്തെ ആ ഭാവങ്ങൾ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കഥകളിയിലൊരു മുടിചൂടാ മന്നൻ അല്ലെങ്കിൽ ഏറ്റവും ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു ആചാര്യനാണെന്ന് വേണമെങ്കിൽ പറയാം. കൃഷ്ണനാശാന് ശേഷം പിന്നെ ഗോപിയാശാൻ്റെ കൂടെ നിരവധി വേഷങ്ങൾ കെട്ടാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ഗുരുനാഥന്മാരായ വാസുപിഷാടിയാശാൻ, സുബ്രഹ്മണ്യശാൻ എന്നിവരുടെ കൂടെയൊക്കെ നിരവധി വേഷങ്ങൾ. എനിക്ക് തോന്നുന്നത് വാസുവാശാൻ്റെ കൂടെ മോഹിനി, സുബ്രഹ്മണ്യശാൻ്റെ കൂടെ 4-ാം ദിവസം ദമയന്തി തുടങ്ങിയ വേഷങ്ങളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ ഒട്ടുമിക്ക ആചാര്യന്മാരുടെ കൂടെ, പഴയ മാത്തൂരാശാൻ, പിന്നീട് കുറേയധികം, പെട്ടെന്ന് എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല, ഇന്നുള്ള എല്ലാ ജീവിച്ചിരിക്കുന്ന എല്ലാ ആചാര്യന്മാരുടെ കൂടെയും വേഷം കെട്ടാനുള്ള ഒരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പം ഇതിൽ സുബ്രഹ്മണ്യശാനൊക്കെ വളരെ നമ്മുടെ കൂട്ടുവേഷക്കാരെ കൂടി വളരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അത് ഞങ്ങൾ ശിഷ്യന്മാരായതുകൊണ്ടായിരിക്കാം കുറേ കൂടെ ഒരു അടുപ്പം ഞങ്ങളോട് കാണിക്കാറുണ്ട്. നമുക്ക് വളരെ സ്വതന്ത്രമായി ചെയ്യാനുള്ളൊരു മനസ്സ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്സ് അപ്പുറത്തെ ഭാഗത്തു നിന്ന് ആ ആശയം കൂടെ തരുമ്പോൾ നമ്മളറിയാതെ ചെയ്തു പോകുന്ന ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒട്ടുമിക്ക ആചാര്യന്മാരും അരങ്ങിൽ വളരെ നല്ല സഹകരണമാണത് പറയാതിരിക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കലാകാരന്മാരുടെ പ്രതികരണം പോലെ നമ്മളും അതേപടി ഉയരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി കലാകാരന്മാരുടെ പേര് പറയാൻ പറ്റും. ഇറ്റലിയിലൊരു യാത്ര പോയിരുന്നു. അവിടെ മിക്ക ദിവസവും എൻ്റെ രൗദ്രഭീമനായിരുന്നു വേഷം. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങളുടെ കൂടെ വന്നിരുന്ന ഒരു സഹായിയായ ഒരു വിദേശ വനിതയുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം അവർ കണ്ടിരുന്നു, ഇത് രൗദ്രഭീമൻ എന്തൊക്കെ ചെയ്യുന്നത് കണ്ടിരുന്നു. ഈ കുടൽമാല എടുക്കുന്നതും രക്തം എടുക്കുന്നതൊക്കെ അവർ കണ്ടിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ഈ രക്തം കലക്കിയ ആ ഒരു ചെറിയ ടിൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് ബാക്കിലേക്ക് ഇട്ടു. അത് ഉരുണ്ട് പുറത്ത് പോയി, അത് മിസ്സായി. പിറ്റേന്ന് ബ്ലഡിന് വേണ്ടി ഈ ചെറിയ ഡപ്പി അന്വേഷിച്ചപ്പോൾ അത് കാണാനില്ല. എവിടുന്നോ ഒരു ചെറിയൊരു ഡപ്പ കൊണ്ടുവന്നു, അതിൽ രക്തം കലക്കി അടച്ചു വെച്ചു. ദുശാസനൻ ഇത് മറച്ചു പിടിച്ചുകൊണ്ട് യുദ്ധത്തിനിടയ്ക്ക്
മാറിപ്പോയി ഇത് മറച്ചു പിടിച്ചുകൊണ്ട് ഈ രക്തം പിടിച്ചുകൊണ്ട് വരികയാണ് പതിവ്. അപ്പോൾ ഈ രക്തം കൊണ്ടുവന്നു. ഞാൻ എന്ത് ചെയ്തു? ദുശാസനെ നിലത്തിട്ടു, മാറു പിളർന്നു. ഈ രക്തം എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഈ ടിന്ന് തുറക്കാൻ വയ്യ, അത് വല്ലാണ്ട് മുറുകി. അപ്പോൾ നഖം കൊണ്ട് ഞാനൊന്ന് അത് ഓപ്പൺ ചെയ്യാൻ നോക്കി, നടക്കുന്നില്ല. കടിച്ചു നോക്കി, നടക്കുന്നില്ല. അപ്പോൾ ഇത് പറ്റിയെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിലാണിത് ഈ രക്തം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇടയ്ക്ക് ആ ഗ്യാപ്പിൽ കൂടി ഇറങ്ങി വന്നിട്ട് കൈ സ്ലിപ്പാവുകയാണ്. ഒരു തരത്തിൽ അതങ്ങോട്ട് തുറക്കാൻ വയ്യ. ആകെ വട്ടം കറങ്ങി, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. നല്ലൊരു രാഗം അവിടെ സംഭവിച്ചു. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ആകാംക്ഷയോട് നിൽക്കുകയാണ്. വിദേശത്തൊക്കെ അങ്ങനെയാണല്ലോ, ഈ രംഗമൊക്കെ വരുമ്പോൾ ഒരു വല്ലാത്തൊരു ആകാംക്ഷ അവർക്ക്. അവിടെ ഇങ്ങനെ വല്ലാത്തൊരു ബഹളവും ആകാംക്ഷയൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ടാണെന്ന് തോന്നുന്നത്, എന്തോ എൻ്റെ അടുത്ത് വന്ന് എന്തോ ഒരു വലിയൊരു വെയിറ്റുള്ള സാധനം ഒന്ന് അടുത്തൊന്ന് വീണു. ഞാൻ എന്താണെന്ന് ശ്രദ്ധിച്ചതുമില്ല. അത് കഴിഞ്ഞു. പക്ഷേ എങ്ങനെയൊക്കെയോ രക്തം വന്നില്ല. ഏതാണ്ട് അതിൽ നിന്ന് എണ്ണ, ചെറിയൊരു ചുമന്ന കളർ മാത്രം വന്നു. അത് കഴിച്ചു കൂട്ടി. വേഷം കഴിഞ്ഞ് ഇറങ്ങി വന്ന ഉടനെ ഈ വിദേശ വനിത ഓടി വന്നിട്ട് പറഞ്ഞു, ഓ, ഞാൻ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയായിരുന്നു ആ കീ അവിടെയൊക്കെ എടുത്ത് എറിഞ്ഞതെന്ന് പറഞ്ഞു. അതായത് അവർ ഒരു നിമിഷം അവർ വേറെ ലോകത്തായി. അപ്പോൾ അവർക്ക് മനസ്സിലായി, തലേന്ന് കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർക്ക് മനസ്സിലായി. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എടുത്തത് എറിഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഈ വിദേശത്തുള്ളവരുടെ അവരുടെയൊക്കെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അവർ പോലും അതിലേക്ക് ലയിച്ച് നിന്ന് ലയിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായത്. അല്ലെ ഒരിക്കലും ചെയ്യില്ലല്ലോ. അപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്ന് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. പക്ഷേ ഇവരത് പൂർണ്ണമായും അതിൽ ഉൾക്കൊണ്ടുകൊണ്ട്, അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ താക്കോല് കൊണ്ട് കൊളുത്തി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണിത് എടുത്ത് എറിഞ്ഞു തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവസരത്തിൽ ഓർക്കുന്നത് ഒരു മറക്കാനാത്തൊരു അനുഭവം കൂടിയാണ്. വലിയ കാര്യമൊന്നും അല്ലെങ്കിൽ പോലും അവരുടെ ഒരു താല്പര്യം കൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കലയുടെ സങ്കേതങ്ങൾ ഓടി വരുന്നതിന് മുമ്പ് കലാകാരന്മാരുടെ പേരുകളും അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളൊക്കെ ഓടി വരും. അക്കൂട്ടത്തിൽ മറക്ക വയ്യാത്ത ഒരു സുഹൃത്തോ സഹോദരനോ ഒക്കെയാണ് കലാമണ്ഡലം മയ്യനാട് രാജീവൻ. 1980 നവരംഗത്ത് കയറുമ്പോൾ കേശവമതി ആശാനാണ് ഉള്ളത്. രാജീവ് അന്ന് പുറപ്പാട് പഠിക്കുന്നതേ ഉള്ളൂ നവരംഗത്തിൽ. ഞാനന്ന് ഉടുത്തുകെട്ടാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ തോന്നൽ പീതാംബരം മാഷാണ് എന്നെ അവിടെ കൊണ്ടാക്കുന്നത്. ഞാൻ കൊല്ലം കഥകളി ക്ലബ്ബിൽ ഇന്നപ്പോഴാണ് അങ്ങനെ മയ്യനാടിനൂടെ പോകണമെന്നും പറഞ്ഞ് അവിടെ കൊണ്ടുവന്നാക്കുന്നത്. 40 വർഷം കഴിഞ്ഞു പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും രാജീവിൻ്റെ എല്ലാ കാര്യങ്ങളിൽ ഞാനുണ്ട്. കളിയോഗത്തിലും ആയാലും ഒരുവിധ കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്നതാണ്. കലാമണ്ഡലത്തിലെ അധ്യാപകനായിട്ടും RLBയിലും ഒക്കെ പോകുന്ന സമയത്ത് ഞാനാണ് കളിയോഗം നോക്കിക്കൊണ്ട് നടന്നത്. ഇപ്പോഴും തുടരുന്നു. കഥകളി നടൻ്റെ കണ്ണ് ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. കണ്ണ് സാധകം ചെയ്യുന്ന പറയും. അതായത് അതിരാവിലെ എഴുന്നേറ്റ് കണ്ണിൽ പശുവിൻ്റെ നെയ്യ് തേച്ച ശേഷം കണ്ണിനെ കൃഷ്ണമണികളെ വഴക്കിയെടുക്കുക. നമ്മുടെ ശരീരത്തൊക്കെ എണ്ണ തേച്ചിട്ട് നമ്മുടെ മസിലുകളെ വഴക്കിയെടുക്കുന്നത് പോലെ കണ്ണിൽ ഈ നെയ്യ് തേച്ച് കണ്ണിൻ്റെ മസിലുകളെ ഒന്നുകൂടെ ഒന്ന് മയപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാകണം അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ രാവിലെ ഒരു 2-2.5 മണിക്കൂർ കണ്ണ് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് വട്ടത്തിൽ കറക്കുക. രണ്ടാമത്തെ തിരിച്ച് കറക്കുക. വളരെ സമയമെടുത്താണ് ചെയ്യാറ്. മൂന്നാമത്തേത് 2 വശത്തേക്കും, 4 മുകളിലും താഴെയും, 5 കോണോട് കോൺ, 6 പകുതി റൗണ്ട്, 6 ഒരു വശത്തായിട്ട് മുകളിലും താഴെയും, 7 ദൂരെയും അടുത്തും, 8 തരത്തിലാണുള്ളത്. 1
വട്ടത്തിൽ 2 തിരിച്ച്, 3 2 വശത്തേക്കും, 4 മുകളിലും താഴെയും, 5 കോണോട് കോൺ, 6 പകുതി വട്ടം, 7 സൈഡിൽ മുകളിലും താഴെയും, 8 ദൂരെയും അടുത്തും. അപ്പോൾ പല മുദ്രകൾക്കും ഈ കണ്ണ് സാധകം കൂടി അതിൻ്റെ കൂടി ഒപ്പം ചേർത്തെങ്കിൽ മാത്രമേ ആ മുദ്രയ്ക്ക് പൂർണ്ണതയുണ്ടാകൂ, അതിനൊരു ജീവനുണ്ടാകൂ. ഇപ്പോൾ അവസാനത്തെ ദൂരെയും അടുത്തും അതെന്തിനാണെന്ന് ചോദിച്ചാൽ, യുദ്ധത്തിന് വിളിക്കുമ്പോഴൊക്കെ ഇവിടെ വരൂ എന്ന് പറയുമ്പോൾ ഈ കണ്ണ് സാധകമാണ് അവിടെ പ്രയോഗിക്കപ്പെടുന്നത്. ഇപ്പോൾ 2 വശത്തേക്കുമുള്ളത്, ഇപ്പോൾ ഭയം, ഇത് 2 വശത്തേക്കുമുള്ള ആ കണ്ണസാധകമാണ് അവിടെ ഉപയോഗപ്പെടുന്നത്. കോണോട് കോൺ, വണ്ട് എന്ന് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഒരു നിരന്തരം ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. കണ്ണിന് കുറച്ചുകൂടി ഒരു ജീവനുണ്ടാകും. കണ്ണിന് പ്രത്യേകിച്ച് ഒന്നും യാതൊരു ദോഷമുള്ളതായിട്ട് കേട്ടിട്ടില്ല. ഒരു കഥകളി നടനെ സംബന്ധിച്ച് കണ്ണ് പ്രധാനമാണ്. പല കാരണങ്ങളുണ്ട്. കാരണം വളരെ വ്യത്യസ്തമായൊരു കണ്ണുകൊണ്ട് അവനവൻ പഠിച്ച മേഖലയെ, അവനവൻ പ്രയോഗം വരുത്തുന്ന മേഖലയെ, അതിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച്, അതിലേക്ക് ശിഷ്യർ മാത്രമല്ല ആസ്വാദകരും കൂടി വേണം എന്ന് ചിന്തിക്കുന്ന അത്യപൂർവം കലാകാരന്മാരെ കാണാൻ സാധിച്ചിട്ടുള്ളൂ. ശിഷ്യരും പോരാ, കിട്ടുന്ന കളികൾ പോരാ, അഥവാ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, ഇതിനൊക്കെ അപ്പുറത്ത് മറ്റൊരു ശക്തിയാണ് ഈ ആസ്വാദകർ. അവരുമായിട്ടുള്ളൊരു റാപ്പോർട്ട് അഥവാ അവരുമായിട്ടുള്ളൊരു ബന്ധം ത്രൂ ഔട്ട് ആ കലാജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ മയ്യനാട് രാജീവൻ. അഭ്യാസബലം കൊണ്ടും അസാധാരണമാം വിധം തൻ്റെ കർമ്മരംഗത്തോടുള്ള ആത്മസമർപ്പണം കൊണ്ടും താൻ ഏത് കഥാപാത്രത്തെ ആണോ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അത് പൂർണ്ണമായും അതിൻ്റെ വ്യക്തിത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എന്താണോ ഇതിഹാസ പുരാണ കഥകളിൽ പറഞ്ഞു വച്ചിട്ടുള്ളത് അവയൊക്കെ തൻ്റെ ഉള്ളിലേക്ക്, പ്രാണനിലേക്ക് ആവാഹിച്ചിട്ട് നമ്മയൊക്കെ ആനന്ദിപ്പിക്കുക മാത്രമല്ല അനുഭവിപ്പിക്കാൻ കഴിവുള്ള ഒരു നടനാണ് രാജീവൻ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ അരങ്ങിലെ പല വേഷങ്ങളും നമ്മളെ ആനന്ദിപ്പിക്കുക മാത്രമല്ല ചിലപ്പോഴൊക്കെ അമ്പരപ്പിക്കുക കൂടെ ചെയ്യും. മനസ്സിലേവും കുടിലങ്ങൾ